ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഞാനൊരു 3 ഫേസ് മാസ്കുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതായത് നമ്മുടെ ഇപ്പോൾ പിമ്പിൾസ് ഉള്ളവർക്ക്, അങ്ങനെ ആക്നെ ഉള്ളവർക്ക്, അങ്ങനെയുള്ള ഒന്നല്ല കേട്ടോ. ഇത് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റ് ആക്കും, അതുപോലെ ഈ ടാൻ, ഡൾനെസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു 3 ഫേസ് മാസ്കുകളാണ് കാണിക്കുന്നത്. ആക്ച്വലി ഇത് 3 ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ ചിലപ്പോൾ എഡിറ്റ് ചെയ്തിട്ട് നോക്കട്ടെ. ചിലപ്പം വെച്ചാൽ ലെങ്ത്ത് കൂടുതലാവുമ്പോഴേ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറിംഗ് ആയിട്ട് തോന്നും, ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ 3 ദിവസങ്ങളായിട്ട് അപ്ലോഡ് ചെയ്യാം, ചിലപ്പോൾ ഒറ്റ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇൻട്രോ ഫസ്റ്റ് എടുക്കുന്ന കാരണം എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കൺഫേം ആയിട്ടില്ല. അപ്പോൾ ഞാൻ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. വീഡിയോ ദിവസമായിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട്. ബ്രൈറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ വെളുക്കുക എന്നല്ല, നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ വെയിലത്തൊക്കെ പോയിട്ട് ഒരുപാട് പുറത്തൊക്കെ പോയിട്ട് ജോലിക്ക് പോയിട്ട് വരുന്നവരാണെങ്കിൽ, വെയിലൊക്കെ കൊണ്ടിട്ടാണെങ്കിൽ ഒന്ന് ഡാമേജ് ആയിട്ട് ഡള്ളായിട്ട് ടാനൊക്കെ നന്നായിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഈ കൈയൊക്കെ ഉണ്ടല്ലോ, കയ്യിലൊക്കെ നന്നായിട്ട് ടാൻ അടിച്ചിട്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്ലീവ് ഇടുന്ന ഭാഗത്ത് വേറെ സ്കിന്നും താഴത്ത് വേറെ കളറായിട്ട് നിൽക്കുന്നുണ്ടാവും. അങ്ങനെ ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ നമുക്ക് വീട്ടിൽ കിട്ടാവുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ, ആഴ്ചയിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 3-2 വട്ടമെങ്കിലും നിങ്ങൾ ഈ ഫേസ് മാസ്ക് ഒരു 3 ദിവസം ഒരാഴ്ചയിൽ ചെയ്താൽ മതി. 1-2 ആഴ്ച ഒറ്റ യൂസിൽ തന്നെ അത്യാവശ്യം ചെറിയൊരു ഡിഫറൻസ് കാണാൻ പറ്റും. 1-2 ആഴ്ച കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ടാൻ ഒക്കെ കംപ്ലീറ്റ്ലി മാറ്റാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ എപ്പോൾ പുറത്ത് പോയി വന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത്, എന്താ പറയുക, ജെന്റൽ മസാജൊക്കെ എടുത്ത് ചെറുതായിട്ടൊരു സ്ക്രബ് ചെയ്ത് അപ്പോൾ തന്നെ സ്കിന്നൊക്കെ നന്നായിട്ട് എക്സ്ഫോളിയേറ്റഡ് ആവും. പിന്നെ ഒരു ഫേസ് മാസ്ക് എന്തെങ്കിലും ഇടുകയാണെങ്കിൽ, ഷീറ്റ് മാസ്ക് ഒക്കെ ഇടുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു മോയ്സ്ചറൈസറും കൂടി ആയാൽ നമ്മുടെ ചെറിയ ചെറിയ ടാനൊക്കെ കൈയോടെ മാറി കിട്ടും. ഇതിപ്പോൾ എന്താ ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു വട്ടം പുറത്ത് പോയി വന്ന് കുറച്ചൊന്ന് ടാനായി, പിന്നെ അതിന് വലിയ കാര്യമായിട്ടുള്ള കെയറും കാര്യങ്ങളൊന്നും കൊടുക്കാണ്ട് വരുമ്പോൾ പിന്നെ വീണ്ടും പോകുമ്പോൾ അതിൻ്റെ മേലെ വേറൊരു ലെയർ ടാൻ വരികയാണ്. അങ്ങനെ 2-3 ലെയറൊക്കെ ആകുമ്പോൾ പിന്നെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ നിങ്ങൾ അപ്പോൾ ഡെയിലി നമ്മൾ പുറത്ത് പോകുന്നവരാണെങ്കിൽ കുറച്ചും കൂടി സ്കിന്നിന് കെയർ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഡാമേജ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫസ്റ്റത്തെ ഫേസ് മാസ്ക് എങ്ങനെ പ്രിപ്പറേഷൻസ് ഒക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെയും എൻ്റെ ഈ ചാനലിനെയും കാണുന്നുണ്ടെങ്കിൽ, എൻ്റെ പേര് റെമി, എൻ്റെ ചാനലിൻ്റെ പേര് അറിയാലോ, വ്ളോഗ്സ് ബൈ റെമി എന്നാണ്. ഇതുപോലുള്ള പേഴ്സണൽ നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, കുറച്ച് കിച്ചൺ ടിപ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഇടാറുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം പ്രിപ്പറേഷൻസിലോട്ട് പോകാം. ഫസ്റ്റാണ് നമ്മളൊരു ബൗളിലോട്ട് നമ്മൾ റൈസ് പൗഡറാണ് എടുക്കുന്നത് കേട്ടോ. നമ്മൾ നൈസായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ള റൈസ് പൗഡർ ഉണ്ടല്ലോ, നമ്മൾ അപ്പത്തിൻ്റെയും അതുപോലെ തന്നെ പത്തിരിയുടെയൊക്കെ പൊടി എന്ന് പറഞ്ഞ് വാങ്ങാൻ കിട്ടും. അതൊരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാക്കറ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ്, അത് നമുക്ക് ബ്രൂവിൻ്റെ എടുക്കണമെങ്കിൽ എടുക്കാം. ഇൻസ്റ്റൻറ്റ് വേണമെന്നില്ല, കുറച്ച് ഇതാകുമ്പോൾ കറക്റ്റ് അളവാണ് കേട്ടോ ഈ 2 ടീസ്പൂണിലോട്ട്. അപ്പോൾ അതൊരു പാക്കറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നോക്കിയിട്ട് കട്ടിക്ക് നോക്കിയിട്ട്, ചില പൊടിക്ക് കൂടുതൽ പാലാവശ്യം വരും, ചില പൊടിക്ക് കുറച്ച് മതിയാവും. അപ്പോൾ അത് കൺസിസ്റ്റൻസി നോക്കിയിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറയുമ്പം ഇങ്ങനെ വെളുപ്പിക്കുക എന്നല്ല, നമ്മുടെ സ്കിന്നിൽ വെയിലൊക്കെ അടിച്ചിട്ടുണ്ടാകുന്ന ടാനൊക്കെ ഉണ്ടല്ലോ, സൺ ടാനൊക്കെ ഒന്ന് മാറി ആ ലെയറൊന്ന് സ്കിന്നിൽ നിന്ന് പോയിട്ട് ഒന്ന് വൈറ്റനിങ് ചെയ്യാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. അരിപ്പൊടി നമുക്ക് അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ കുറച്ച് ലെമണിൻ്റെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഹാഫ് ലെമണിൻ്റെ എടുത്തിട്ട് അതിൽ നിന്നൊരു 1 ടീസ്പൂൺ കഷ്ടി, ചെറിയ ടീസ്പൂൺ അത്രയ്ക്ക് വേണ്ടോ. ഇത് പെട്ടെന്നൊരു നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാൻ വേണ്ടി ലെമൺ നല്ലതാണ് കേട്ടോ, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് ഇത്തിരി അത്യാവശ്യം കട്ടിയിലാക്കി കൊടുക്കുക. അപ്പോൾ ഇത്തിരിയും കൂടി പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഇത്തിരി ഈസി ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പോൾ ഈ കൺസിസ്റ്റൻസി എടുക്കാം. ഒന്നുകൂടി ഇരുന്ന് ഇത്തിരിയും കൂടെ ടൈറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2-3 തവണ നമുക്ക് ക്ലീൻ ചെയ്ത ഫേസിൽ വെച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു 15 മിനിറ്റ് ടു 20 മിനിറ്റ് നമുക്ക് ഫേസിലിടാം കേട്ടോ. അപ്പോൾ നമുക്കിത് ഇനി അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹെയറൊക്കെ ഒന്ന് കെട്ടി വയ്ക്കാം കേട്ടോ. അല്ലെങ്കിൽ ആകെ
കുറേ നന്നായിട്ട് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ബയോഡെർമയുടെ ഒരു ഫേസ് വാഷ് ഞാനിപ്പോൾ കാണിക്കാൻ എടുത്തിട്ടില്ല. അത് വെച്ചിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു 3 വട്ടം ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ ഡെഡ് സ്കിൻ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് അതുപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഇരിക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്കിന്നിലോട്ട് ഫേസ് മാസ്ക് ഇടുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഞാൻ ഫേസൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്കിനി മാസ്ക് ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിപ്പോൾ ആഴ്ചയിൽ നിങ്ങൾ 2 തവണ 3 തവണ ഇട്ട് നോക്കൂ, നല്ല റിസൾട്ട് ഉണ്ടാവും. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൈ വെച്ച് ചെയ്യണേ ചെയ്യാട്ടോ. ഞാനിപ്പോൾ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ബ്രഷ് എടുത്തുന്നുള്ളൂ. ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം, അതായത് നമുക്ക് പേഴ്സണലി ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യാം. ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ വീഡിയോസൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കല്യാണത്തിൻ്റെ വീഡിയോസ് എനിക്ക് പേഴ്സണലി എടുക്കാൻ പറ്റിയില്ല, അറിയാലോ തിരക്ക് കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ വീഡിയോഗ്രാഫർ തരുമ്പോൾ ഞാൻ ഡെഫിനറ്റ്ലി വീഡിയോ എഡിറ്റ് ചെയ്തിടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ കുറച്ച് നാൾ കൂടി കഴിയുന്ന പറഞ്ഞാൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോസ് കിട്ടി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ നമുക്ക് ഈ അരിപ്പൊടിക്ക് പകരം പുട്ടുപൊടിയൊന്നും എടുക്കാൻ പാടില്ല കേട്ടോ. കാരണം പുട്ടുപൊടി ആകുമ്പോൾ കുറച്ചധികം തരി ഉണ്ടാവും. അപ്പോൾ നമുക്ക് സ്കിന്നിൽ അതിനെക്കാട്ടും കുറച്ചും കൂടി നല്ലത് നമ്മുടെ അപ്പത്തിൻ്റെ പൊടി ഉണ്ടല്ലോ, പത്തിരിപ്പൊടി, അപ്പത്തിൻ്റെ പൊടി അങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇൻ കേസ് അത് ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ചരിപ്പൊടി എടുക്കാം. പിന്നെ അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോറുണ്ടല്ലോ, ചോറും കുറച്ച് കഞ്ഞിവെള്ളം കൂടിയിട്ട് മിക്സിയിലടിച്ച് നല്ല തിക്കായിട്ട് അതും എടുക്കാം കേട്ടോ. പിന്നെ ഈ റൈസ് പൗഡർ വെച്ചിട്ട് കുറേ ഫേസ് പാക്കുകൾ ഒരുപാട് യൂട്യൂബേഴ്സ് ഇട്ടിട്ടുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട്. ഞാൻ പേഴ്സണലി പറയുകയാണ്, ഞാൻ ഒരുപാട് വട്ടം ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അവരുടെയൊക്കെ വീഡിയോൻ്റെ താഴെ വന്നിട്ടുള്ള കമൻറ്റാണ്, അരിപ്പൊടി ഇട്ടിട്ട് ഇത്ര വെളുക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഡെയിലി ചോറല്ലേ കഴിക്കുന്നത്, അപ്പോൾ എന്താ വെളുക്കാത്തതെന്ന് വെച്ചിട്ട്. അതെന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ സ്കിന്നിലുണ്ടാകുന്ന ടാനൊക്കെ പോകാൻ നല്ലതാണ് കേട്ടോ. അങ്ങനത്തെ കമൻറ്റുകളായിട്ട് ആരും താഴെ വരണ്ട. അപ്പോൾ രണ്ടിനും 2 പർപ്പസാണ്, രണ്ടിനും 2 റിസൾട്ടാണ് കേട്ടോ. ഓൾസോ നെക്കിൽ ഇടാം കേട്ടോ. നെക്ക് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന കാരണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി വൈഡായിട്ടുള്ള നെക്കൊക്കെ ഇട്ടിട്ട് ഫേസ് പാക്ക് ഇടാണെന്നുണ്ടെങ്കിൽ കഴുത്തിൽ ഓൾസോ ബാക്കിലൊക്കെ ഇടാം. പിന്നെന്താ, ഇങ്ങനത്തെ ഫേസ് പാക്കുകൾ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഫേസ് പാക്കുകൾ ഫേസിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടായിട്ട് തലേദിവസം പോയിട്ട് ട്രൈ ചെയ്ത് കേട്ടോ. ഒരു 1 വീക്ക് 2 വീക്കൊക്കെ മുന്നേ നമ്മൾ ട്രൈ ചെയ്യുക. കാരണം എല്ലാവർക്കും എല്ലാം അങ്ങനെ ചേരണമെന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാറാനുള്ളൊരു ഗ്യാപ്പും വേണമല്ലോ. ഇതൊക്കെ നമുക്ക് പേഴ്സണലി എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. വേറെ കെമിക്കൽസ് ഒന്നുമില്ല. കെമിക്കൽസ് വരുമ്പോഴത്തെ കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഫേസ് പാക്കൊക്കെ രാവിലെ ഇടുന്നതിന് നല്ലത് രാത്രിയിൽ ഇടായിരിക്കും കേട്ടോ. കാരണം ഇത് ഇട്ടിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നന്നായി എന്താ പറയുക, ഹെൽത്തി ആയിട്ട് മാറും. പെട്ടെന്ന് പോയിട്ട് വെയിലത്തേക്ക് പോയാൽ ഇതിനെക്കാട്ടും കൂടുതൽ ഡള്ളായിട്ട് മാറും. അപ്പോൾ അങ്ങനെ വെയിലത്തേക്കൊന്നും പോകരുത്. പിന്നെ ഫേസ് മാസ്കുകൾ ഇട്ടതിന് ശേഷം നമ്മൾ മോയ്സ്ചറൈസർ, സൺസ്ക്രീനൊക്കെ ഇടാം കേട്ടോ. രാത്രി ഇടായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഇത്തിരി ലൂസിലൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത്യാവശ്യം കട്ടിക്ക് എടുത്തിട്ടുണ്ട്, ഒരു 15 മിനിറ്റ് നമുക്കിത് സ്കിന്നിൽ വെക്കുക. അതിന് ശേഷം വാഷ് ചെയ്യുക. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഫേസ് മാസ്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകണോ. ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ നോർമൽ നമ്മുടെ പച്ചവെള്ളത്തിൽ കഴുകിയാൽ മതി. പിന്നെ ഒരു മോയ്സ്ചറൈസർ ഇടാത്ര മതി. ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അപ്പോൾ പിന്നെ വേറെ അങ്ങനെ കെമിക്കലൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതന്നെ മതിയാവും. പിന്നെ എന്താ പറയാൻ വന്നേ, പിന്നെ പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ഈവനിങ് ടൈമിലൊക്കെ ഇടാം കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ഒന്നുകൂടി റീഅപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം ലൂസിലെടുക്കുകയാണെങ്കിൽ ലൂസിലെടുത്തിട്ട് എത്ര നമ്മൾ മേലെക്കൂടെ അപ്ലൈ ചെയ്താലും അതിന് താഴത്തേക്ക് പോരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ്സിന് ശേഷം വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വാഷ് ചെയ്തതിന് ശേഷം മോയ്സ്ചറൈസർ ഇട്ടാൽ സെറ്റായിട്ടോ. ഇപ്പം ഞാൻ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓൾസോ കഴുത്തിലും കാതിലൊക്കെ ഇടണം കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്ന കാരണം എൻ്റെ ഡ്രസ്സിലൊന്നും ആവാണ്ടിരിക്കാനാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഏതെങ്കിലും ഡ്രസ്സ് കുഴപ്പമില്ല എന്നുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാക്കുകയാണെങ്കിൽ നമുക്ക് കഴുത്തിലും പുറകിലൊക്കെ ഇടാം. അതുപോലെ തന്നെ കുളിക്കുന്ന ടൈമിലൊക്കെ ഇടുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ.
പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കല്യാണത്തിൻ്റെ ബൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ ബ്രൈഡൽ ബൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നീട് നിർത്തിയതാണ്. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസ്റ്റയിലൊക്കെ 1-2 ഇപ്പോൾ ചെയ്തതിൻ്റെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. താഴെ ഇൻസ്റ്റയുടെ ലിങ്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രൈഡൽ ബൊക്കെ എൻക്വയറി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെഫറൻസ് അനുസരിച്ച് ഫോട്ടോ തരികയാണെങ്കിൽ അതനുസരിച്ച് ഉണ്ടാക്കി തരുന്നതായിരിക്കും. അപ്പോൾ താഴെ കോൺടാക്ട് നമ്പർ ഞാൻ കൊടുക്കാം. അതിലോട്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ എത്ര ബഡ്ജറ്റിൽ വേണം എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിനനുസരിച്ച് ഫ്ലവർ വെച്ച് സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ ബാക്കി വരുന്നതൊക്കെ നമുക്ക് കയ്യിലും കാലിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ടാനും അതുപോലെ കാലിലുള്ള ടാനൊക്കെ പോയിട്ട് ഒന്ന് ഹെൽത്തി ആവാൻ നല്ലതാണ് കേട്ടോ. താഴേക്ക് പോയി കൊളാവുന്നുണ്ട്, അതൊക്കെ ക്ലീൻ ചെയ്യണമെന്ന് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ മാസ്ക് ഇപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് ഒന്ന് ചെണ്ടിയിൽ മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമുക്ക് ഫേസ് ഡിഫറൻസ് ശരിക്കും മനസ്സിലാവും. നമുക്ക് ആഴ്ചയിൽ 2-3 വട്ടം ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം. ഇപ്പോൾ വാഷ് ചെയ്ത് എൻ്റെ ഫേസ് കണ്ടോ, നല്ല എന്താ പറയുക, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു ഒരു ബ്രൈറ്റനിങ് ഇഫക്റ്റ് നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല സപ്പിളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നിങ്ങൾ ആഴ്ചയിൽ ഒരു 3 ദിവസം ഒരാഴ്ചയെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടോളും. കാരണം അത്രയ്ക്ക് റിസൾട്ട് തരുന്ന ഒരു ഫേസ് മാസ്ക് ആണ് ഇന്ന് നിങ്ങൾ കണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു നല്ലൊരു അടിപൊളി ടോപ്പിക്കായിട്ട് വരുന്നത് വരേക്കും ടിൽ ദെൻ ബൈ.